വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മാനിയെക്കുറിച്ചിട്ടാണ്. മാനിയെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് ലിത്യമാണ്. ലിത്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. മാനിയുടെ ട്രീറ്റ്മെന്റ്, വാട്ട് ആർ ദ ഡ്രഗ്സ് യൂസ്ഡ്, അത് നമ്മൾ പറയും. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ മാനിയയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് കൂടി ഒന്ന് പറഞ്ഞു പോകാം. സോ മാനിയ ഇസ് എ മൂഡ് ഡിസോർഡർ. ഇതൊരു മൂഡ് ഡിസോർഡർ ആണ്. അതുകൊണ്ട് ഇതിനുപയോഗിക്കുന്ന മരുന്നുകൾ ലിത്യത്തെ നമ്മൾ ഒരു മൂഡ് സ്റ്റെബിലൈസർ എന്നാണ് വിളിക്കുക. സോ മൂഡ് ഡിസോർഡറിന് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഈ വിഭാഗത്തിലാണ് നമ്മൾ ലിത്യത്തെ പെടുത്തുക. ഈ രോഗത്തെ, മാനിയ ഉൾപ്പെടുന്ന രോഗത്തെ നമ്മൾ വിളിക്കുക ബൈപോളാർ ഡിസോർഡേഴ്സ് എന്നാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ബൈപോളാർ ഡിസോർഡേഴ്സ് എന്ന് ഇവിടെ എഴുതി. വേറൊരു പേരും കൂടി ഉണ്ട്, മാനിയാക് ഡിപ്രസീവ് സൈക്കോസിസ്. അങ്ങനെയുണ്ട്, മാനിയ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, സൈക്കോസിസ്. സോ എല്ലാം കൂടി ചേർന്ന ഒരു അസുഖമാണ് ബൈപോളാർ ഡിസോർഡേഴ്സ് എന്ന് പറയും. സോ മനസ്സിന്റെ സമനില തെറ്റി ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് നമ്മൾ മാനിയ കൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾക്ക് എല്ലാ മനുഷ്യരിലും ഇങ്ങനെ നമ്മുടെ മൂഡ് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ളതിനെ നമ്മൾ തൈമിയ എന്നാണ് പറയുക. യൂത്തൈമിയ എന്നാണ് ഈ കണ്ടീഷൻസിനെ നമ്മൾ പറയുക. നോർമൽ സ്റ്റേജ് ആണ്. പക്ഷെ ഒരാളിൽ തുടർച്ചയായിട്ട് 2 ആഴ്ചയിലധികം തുടർച്ചയായിട്ട് ഡിപ്രഷൻ ഉണ്ടാവുകയാണ്. സോ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 2 ആഴ്ചയിലധികമായിട്ട് നോർമൽ മൂഡിൽ നിന്ന് താഴെ പോയിരിക്കുകയാണ്. 2 വീക്സ്, മോർ ദാൻ 2 വീക്സ്, 2 ആഴ്ചയോ അതിൽ കൂടുതലോ. പിന്നീട് നോർമൽ ആകാം. അതിനുശേഷം 7 ദിവസം എങ്കിലും അല്ലെങ്കിൽ 7 ദിവസത്തിലധികം തുടർച്ചയായി ഉയർന്ന മനോനില അല്ലെങ്കിൽ മാനിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായാൽ, അങ്ങനെയുള്ള ആ കണ്ടീഷനെ നമ്മൾ BPD, ബൈപോളാർ ഡിസോർഡർ 1 എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ BPAD, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ 1 എന്ന് നമ്മൾ പറയും. ഇതേപോലെ തന്നെ 2 ആഴ്ചയിലധികം ഡിപ്രഷൻ ഉണ്ടാവുകയും എന്നാൽ 4 ദിവസം, അത്രയില്ല, 4 ദിവസം മാനിയ ആയിട്ടില്ല, ഹൈപ്പോമാനിയ ആണെങ്കിൽ, അതിന് നമ്മൾ BPD2 എന്നാണ് പറയുക. BPD2 എന്ന് പറയും. സോ ഇത് കൂടുതൽ ഡിപ്രഷനാണ്, ഡിപ്രഷൻ പ്രഡോമിനന്റ് ആണ്. സോ മാനിയ കുറഞ്ഞു നിൽക്കുകയും ഡിപ്രഷൻ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഡിപ്രഷൻ പ്രഡോമിനന്റ് മാനിയ കണ്ടീഷനാണ്. ഇനി തുടർച്ചയായിട്ട് 2 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ ചെറിയ ഡിപ്രഷൻ, ദെൻ ചെറിയ മാനിയ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക സൈക്ലോതൈമിയ എന്നാണ്. നമ്മൾ അതിനെ വിളിക്കുക. സൈക്ലോതൈമിയക്ക് സാധാരണ മരുന്നുകളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഇനി വർഷത്തിൽ ഇതൊരു വർഷമായിട്ട് കൂട്ടുകയാണെങ്കിൽ, വർഷത്തിൽ ഇതേപോലെ 4 തവണയിലധികം വരികയാണ് എങ്കിൽ, ഇങ്ങനെ 4 സൈക്കിൾസിലധികം വരികയാണെങ്കിൽ അങ്ങനെ ഉള്ളവരെ നമ്മൾ വിളിക്കുക റാപ്പിഡ് സൈക്ലേഴ്സ് എന്നാണ് അവരെ നമ്മൾ വിളിക്കുക. ഇനി BPD1ലും BPD2ലും, ദാറ്റ് മീൻസ് മാനിയാക് കണ്ടീഷൻസിലും BPD2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ പ്രഡോമിനന്റ് മാനിയ, അങ്ങനെയുള്ള കണ്ടീഷൻസിലും രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ലിത്തിയം എന്ന് പറയുന്ന മരുന്ന്. ലിത്തിയം ഈസ് യൂസ് ഫോർ ബോത്ത് ദീസ് കേസസ്. സോ അതുകൊണ്ടാണ് നമ്മൾ ലിത്തിയത്തെ കൂടുതൽ മൂഡ് സ്റ്റെബിലൈസർ എന്ന് വിളിക്കുക. വേറെ മരുന്നുകളുണ്ട്. സോ കുറഞ്ഞ മൂഡ് വർദ്ധിപ്പിക്കുകയും കൂടിയ മൂഡ് കുറയ്ക്കുകയും ചെയ്യും, രണ്ടും ചെയ്യും. ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഡിപ്രഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് മാനിയയുടെ ലക്ഷണങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാം. 3 കാര്യങ്ങളാണ് മാനിയയിൽ കൂടുതൽ. 3 കാര്യങ്ങൾ. 1, ഇൻക്രീസ്ഡ് മൂഡ് കൂടുതലാണ്. 2, ഇൻക്രീസ്ഡ് എനർജി കൂടുതലാണ്. 3, ഇൻക്രീസ്ഡ് വൊളീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നടത്തിയെടുക്കുന്നതിനാണ് നമ്മൾ വൊളീഷൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ചേരുമ്പോൾ രോഗിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും വെച്ചാൽ, ഡിക്രീസ്ഡ് സ്ലീപ്പ്, ഉറക്കം കുറവാണ് പക്ഷെ അത് അവർക്ക് വിഷയമല്ല, എങ്കിലും എനർജി ഭയങ്കരമായിട്ട് കൂടിയിരിക്കും. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ, എന്താണ് ഡെലൂഷൻ എന്ന് ഞാൻ സൈക്കോസിസിൽ പറഞ്ഞതാണ്. അവരൊരു സംഭവമായിട്ടൊക്കെ അവർക്ക് തോന്നിക്കൊണ്ടിരിക്കും. ദെൻ ദേ ബിക്കം കമാൻഡിങ്, കാര്യങ്ങൾ അവർ ആജ്ഞാപിക്കൽ തുടങ്ങും. അതോറിറ്റേറ്റീവ് ആയിട്ട് പെരുമാറും, അതോറിറ്റേറ്റീവായിട്ടുള്ള സ്വഭാവം. ദെൻ സംസാരം വേഗത്തിലായിരിക്കും സംസാരിക്കുക, ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കുക. ആ സംസാരം തന്നെ പ്രഷറൈസ്ഡ് സ്പീച്ചാണ്, ഭയങ്കര ബലത്തിലൊക്കെ ആയിരിക്കും സംസാരിക്കുക. ദെൻ പാട്ടും ഡാൻസും, ഇതൊന്നും സാധാരണ രീതിയിൽ ചെയ്യാത്ത ആൾക്കാർ ഇതൊക്കെ ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ അവരെന്തും ചെയ്യുന്ന അവസ്ഥയാണ്. പറയുന്നത് തമ്മിൽ പൊരുത്തം ഇല്ല. സോ കാരണം ഫ്ലൈ ഓഫ് ഐഡിയാസ് എന്നാണ് അതിന് പറയാം. ഒരു കാര്യം ആലോചിച്ച് തീർന്നതിന് മുമ്പ് അടുത്തയിലേക്ക് പോകും, അങ്ങനെ ചാടി കേൾക്കുന്ന ആൾക്ക് ഇയാൾ പറയുന്നതിൽ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സോ വൺ തിങ് ടു അതർ. ദെൻ ലെസ് കോൺസെൻട്രേഷൻ, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ സ്പെൻഡ് മോർ, ഒരുപാട് പൈസയൊക്കെ ചിലപ്പോൾ ചിലവാക്കും, ഭയങ്കരമായിട്ട് സ്പെൻഡ് ത്രിഫ്റ്റ് ആയിരിക്കും. മുൻപിൻ നോക്കാതെ എന്തും ചെയ്യും. ഇറേഷണൽ സെക്ഷൽ ബിഹേവിയർ കാണിക്കും അവർ. ദെൻ ഹൈലി ഇറിറ്റേറ്റഡ് ആണ്, അവർ ഭയങ്കര മൂഡിലൊക്കെ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ദേ ആർ ഹൈലി ഇറിറ്റേറ്റഡ്, ദേ ആർ ഡിസ്ഫോറിക്
അജിറ്റേറ്റഡ് ആൻഡ് വയലന്റ് ആയിരിക്കും. സോ ഇതെല്ലാം കൂടി കൂടിച്ചേരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മാനിയ എന്ന് പറയാം. സോ മാനിയ ഈസ് ഇങ്ങനെയൊക്കെ കൂടി ചേരുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് മാനിയ. സോ ഇത്രയുമില്ല, ഇത് വളരെ ഇത്രയൊന്ന് ലൈറ്റ് ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോ എന്ന് പറക്കും. ഹൈപ്പോ മാനിയ എന്നായിരിക്കും പറയാം. ആൻഡ് മാനിയ കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഡിപ്രഷൻ ഉണ്ടാകും, കൂടുതൽ നേരം ഡിപ്രഷനിലായിരിക്കും ഉണ്ടാവുക. അവര് സംസാരമൊക്കെ കുറയും, വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുകയും എലോൺ ആയിട്ടിരിക്കുകയും ആ ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ ആയിരിക്കും പിന്നീട് കാണിക്കുക. ദെൻ പിന്നീട് വീണ്ടും എപ്പോഴെങ്കിലും അവർ മാനിയേക്കാം. സോ ഇങ്ങനെ ഒരു എപ്പിസോഡെങ്കിലും ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ഒരു എപ്പിസോഡെങ്കിലും മാനിയ ഹൈപ്പോമാനിയൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് പേഷ്യന്റ് ഈസ് കൺസിഡേർഡ് ആസ് ബൈപോളാർ ഡിസോർഡർ ഉള്ള രോഗിയായിട്ട് നമ്മൾ കണക്കാക്കണം. ഇനി ഇവരുടെ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് നോറഡ്രിനാലിൻ കൂടുന്നതാണ് അവർക്ക് വൊലീഷൻ കൂടാൻ കാരണം, ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി കൂടാൻ കാരണം, എനർജി കൂടാൻ കാരണം. ഇൻക്രീസ്ഡ് ഡോപ്പമിൻ ആണ് അവർക്ക് ഭ്രാന്തമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡർ അല്ലെങ്കിൽ മറ്റ് ഡെലൂഷൻസ് ഒക്കെ ഉണ്ടാക്കുക ഡോപ്പമിൻ കൂടുതൽ കൊണ്ടാണ്. ദെൻ ഇൻക്രീസ്ഡ് BDNF എന്ന് വെച്ചാൽ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ ആണ് BDNF എന്നൊക്കെ പറയാം. സോ ഡിപ്രഷന്റെ അവസ്ഥയിൽ അവർക്ക് 5HT കുറവായിരിക്കും. ദെൻ ഇൻക്രീസ്ഡ് യൂഫോറിക് മാനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അമിതഭ്രാന്തമായ അവസ്ഥയാണ്. അവിടെ നമുക്ക് 5HTയും കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് 5HT. സോ നമുക്കിവര് നോർമലിലേക്ക് കൊണ്ടുവരണം. വി വാണ്ട് ടു ബ്രിങ് ദം ബാക്ക് ടു നോർമൽ. സോ ഇതിനുപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കും. സോ ആദ്യം നമുക്ക് മരുന്നുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ മരുന്ന് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറയുന്നത് സംസാരിക്കുന്ന എല്ലാം ലിത്തിയത്തെ പറ്റിയാണ്. സോ ഫസ്റ്റ് ഡ്രഗ് ഈസ് ലിത്തിയം. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ആണ്, എപ്പിലെപ്സിക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഒന്ന് വാൽപ്രോ8 എന്ന് പറയുന്ന ഡൈവാൽപ്രോയിക്സോ വാൽപ്രോയിക് ആസിഡ് എന്നൊക്കെ പറയുന്ന മരുന്നാണ്. രണ്ടാമത്തെ കാർബമയസെപ്പിൻ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ മൂന്നാമത്തെ ഒരു മരുന്ന് കൂടിയുണ്ട്, അത് ലമോട്രിജിൻ ആണ്. ലമോട്രിജിൻ എന്ന് പറയുന്ന മരുന്ന്, ഈ മരുന്ന് ഉപയോഗിക്കുന്നതിൽ ഒരു പ്രത്യേകത ഉള്ളത് ഓൺലി ഇൻ ഡിപ്രസീവ് മാനിയയിൽ തന്നെ ഡിപ്രസീവ് പ്രഡോമിനന്റ് മാനിയയിലാണ്, ഡിപ്രഷൻ പ്രഡോമിനന്റ് മാനിയയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് മറ്റ് കേസുകളിൽ ഉപയോഗിക്കുന്ന. സോ ലമോട്രിജിൻ ഓൺലി യൂസ്ഡ് ഇൻ ഡിപ്രഷൻ പ്രഡോമിനന്റ് മാനിയയിൽ മാത്രമാണ് ഉപയോഗിക്കുക, ഓർ ബൈപോളാർ 2. ദെൻ ഇനിയുള്ള മരുന്നുകൾ ടോപ്പിറമേറ്റ് ആണ്. ടോപ്പിറമേറ്റ് എവിടെയുള്ളതാണ്? അതും ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ് ടോപ്പിറമേറ്റ് എന്ന് പറയുന്നത്. ഗാബാപെന്റിൻ പലതരം ഉപയോഗങ്ങളുള്ള മരുന്നാണ്, അതും ആന്റി എപ്പിലെപ്സിയിലാണ് നമ്മൾ പഠിച്ചത്. ദെൻ ഓക്സ് കാർബാസെപ്പിൻ ഉണ്ട്, കാർബാസെപ്പിൻ ഞാൻ എത്ര എഴുതുന്നുള്ളൂ. സോ ഇതെല്ലാം വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ഇതിനൊന്നും അനുമതിയില്ല, FDA അനുമതിയൊന്നും ഇല്ല. എങ്കിലും ദീസ് ഡ്രഗ്സ് ആർ ഓൾസോ വൈഡ്ലി യൂസ്. കാർബാസെപ്പിന് പകരം ഓക്സ് കാർബാസെപ്പിൻ കൊടുക്കാം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്ന് എന്ന് പറയുന്നത് ആന്റി സൈക്കോട്ടിക് മരുന്നുകളാണ്. സൈക്കോസിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടിപ്പിക്കൽ നമുക്ക് ഉപയോഗിക്കാം, എട്ടിപ്പിക്കൽ നമുക്ക് ഉപയോഗിക്കാം. ടിപ്പിക്കലും എട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സും നമുക്ക് ഉപയോഗിക്കാം. സോ ലിത്തിയമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാത്തത്, ബാക്കി എല്ലാ മരുന്നുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഓൺലി വി ഡിസ്കസ് ലിത്തിയം ഹിയർ. ആദ്യം നമുക്ക് ലിത്തിയത്തിന്റെ യൂസസ് പറയാം. ലിത്തിയം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ലിത്തിയത്തിന് രണ്ട് തരം ഉപയോഗങ്ങളുണ്ട്. ഒന്ന് നമ്മളിവിടെ പറയുന്ന സൈക്കാട്രിക് കേസസിലുള്ള ഉപയോഗങ്ങൾ, സൈക്കാട്രിയിൽ ലിത്തിയം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തത് നോൺ സൈക്കാട്രിക് യൂസസ് ആണ്, നോൺ സൈക്കാട്രിക് യൂസസ് ഓഫ് ലിത്തിയം. സോ ഇങ്ങനെ രണ്ട് ഉപയോഗങ്ങളുണ്ട്. സൈക്കാട്രിക് ഉപയോഗങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ അക്യൂട്ട് മാനിയയിൽ നമ്മൾ കൊടുക്കും, അക്യൂട്ട് മാനിയയിൽ ഉപയോഗിക്കും. ദെൻ BPD1 നമ്മൾ ഉപയോഗിക്കും, BPD2 നമ്മൾ BPD2 ബൈപോളാർ ഡിസോർഡർ ആണ്, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയണം കൃത്യമായിട്ട്. BPD1 2 പ്രൊഫൈലാറ്റിക് ആയിട്ട് ഉപയോഗിക്കാം, പ്രൊഫൈലാക്സിന് വേണ്ടി. ദെൻ BPD1 2 മെയിൻ്റനൻസ്, സെയിം തന്നെ മെയിൻ്റനൻസ്, അതിനും നമുക്ക് ലിത്തിയം ഉപയോഗിക്കാം. സോ ഇവിടെ ലിത്തിയമാണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്, ലിത്തിയമാണ്. ദെൻ ആഡ് ഓൺ ഡ്രഗ് ആയിട്ട്, ആഡ് ഓൺ ഡ്രഗ് ടു റെസിസ്റ്റന്റ് ഡിപ്രഷൻ മറ്റു മരുന്നുകൾ മൂലം പോകുന്നില്ല എങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഓൾസോ ഫോർ റെസിസ്റ്റന്റ് സൈക്കോസിനും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ ആന്റി സൂയിസൈഡൽ പ്രോപ്പർട്ടി ഉള്ള ഏക മരുന്നാണ് ആന്റി സൂയിസൈഡൽ പ്രോപ്പർട്ടി, അപ്പൊ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ക്ലോസപ്പിൻ ഉണ്ട് ആന്റി സൈക്കോട്ടിക്കിൽ, അത് വേറെയാണ്. ദെൻ ആന്റി ഷൈസോ അഫക്റ്റീവ് ഡിസോർഡേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ വി ക്യാൻ ഓൾസോ യൂസ് ഫോർ OCDs, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സിനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കാറുണ്ടാവാൻ ചാൻസ് കുറവാണ്, ബിക്കോസ് അതിന് മറ്റു മരുന്നുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സൈക്കാട്രിയിലെ ഉപയോഗം. ഇനി നോൺ സൈക്കാട്രിക് യൂസസ് എന്ന് പറഞ്ഞാൽ ചിലതരം തലവേദനകളിലാണ്, ഹെഡ് ഏക്സ്,
ഉദാഹരണം ഹിപ്നിക് ഹെഡേക്കിൽ ഉപയോഗിക്കാം, ക്ലസ്റ്റർ ഹെഡേക്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ വാസ്കുലോജനിക് രക്തക്കുഴലുകൾ സംബന്ധമായിട്ടുള്ള വാസ്കുലോജനിക് ഹെഡേക്ക് ഏതാണ് മൈഗ്രെയിൻ പോലെയുള്ളവയിൽ ഉപയോഗിക്കാം. കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ദെൻ SIADH സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ഡയൂററ്റിക് ഹോർമോണിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ പോസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം ചികിത്സയ്ക്ക് ശേഷം if you want to increase WBC ഉയർത്തണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതേ ഉപയോഗം തന്നെ ഫെൽറ്റി സിൻഡ്രോമിലും നമുക്ക് ഉപയോഗിക്കാം. അവിടെയും WBC ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇനി ലിഥിയം എങ്ങനെ പ്രവർത്തിക്കുന്നു, മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം. എങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അത് ഡ്രഗ് അയനോസിറ്റോൾ സിന്തസിസ് കുറയ്ക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സോ അയനോസിറ്റോൾ റീസൈക്ലിംഗ് കുറയും. സോ ഇൻഹിബിറ്റ് ആൻ എൻസൈം, ഒരു എൻസൈമാണ് അയനോസിറ്റോൾ മോണോഫോസ്ഫറ്റേസ്. അയനോസിറ്റോൾ എഴുതാൻ പറ്റാത്തതുകൊണ്ട് എഴുതാണ് മോണോഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ അയനോസിറ്റോൾ മോണോഫോസ്ഫേറ്റ് ഇല്ലാതാവും. സോ ഇത് അയനോസിറ്റോൾ മോണോഫോസ്ഫേറ്റ് എവിടെയാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഡോപ്പമിൻ, നോറഡ്രിനാലിൻ പോലെയുള്ള G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ് ആണ്. സോ അവ ആക്ട് ചെയ്യാനായിട്ട് IP3 ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ തടയാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. രണ്ടാമത്തെ ഉപയോഗം സ്റ്റെബിലൈസ് ചെയ്യും. ആരെയാണ് എന്ന് വെച്ചാൽ ന്യൂറോണൽ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ന്യൂറോണൽ മെംബ്രെയിൻ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ ഇൻഹിബിറ്റ് നോറഡ്രിനാലിൻ, ഡോപ്പമിൻ പോലെയുള്ളവ റിലീസ് കുറയ്ക്കും. സോ ഇത് ഏകദേശം സോഡിയം പോലെയുള്ളതാണ്. നമുക്ക് ലിഥിയം അറിയാം. ലിഥിയം കഴിഞ്ഞിട്ടാണ് പീരിയോഡിക് ടേബിളിൽ തൊട്ടടിയിലാണ് സോഡിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. മൂന്നാമത്തത് തേർഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഹിബിഷൻ ഓഫ് ഗ്ലൈക്കോജൻ സിന്തേസ് കൈനേസ് ആണ്. GSK എന്ന് പറയും. GSK ടൈപ്പ് 3 തടയുന്നുണ്ട് ഈ മരുന്ന്. സോ ഇത് പല അമീൻസിന്റെയും ഡീഗ്രഡേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോജനിക് അമീൻസ്, BDNF, ആ അമീൻസിന്റെ ഒക്കെ എമൗണ്ട് വർദ്ധിപ്പിക്കും. സോ ഇതെല്ലാമാണ് പ്രൊപ്പോസ്ഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലിഥിയം. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ലിഥിയം സോഡിയത്തെ പോലെ തന്നെ പെരുമാറുന്നതാണ്. അപ്പൊ സോഡിയം എന്തെല്ലാം ചെയ്യുക അതെല്ലാം പലപ്പോഴും ലിഥിയവും ചെയ്യും. ഇനി ലിഥിയം നമ്മൾ കൊടുക്കുന്നത് ലിഥിയം കാർബണേറ്റ് ആയിട്ടായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ നമ്മൾ ലിഥിയം സിട്രേറ്റ് ആയിട്ടായിരിക്കും. സോ ഇത് കാർബണേറ്റ് ഓർ സിട്രേറ്റ്. സാധാരണ ലിഥിയം ഓറൽ നമുക്ക് കൊടുക്കാം, IV ആയിട്ട് കൊടുക്കാം. ഓറൽ സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനിൽ 300 മില്ലിഗ്രാം BD അല്ലെങ്കിൽ ദിവസം 600 മില്ലിഗ്രാം ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം. IV ആയിട്ടും കൊടുക്കാന്ന് പറഞ്ഞു. ലിഥിയത്തിന്റെ T-half എന്ന് പറയുന്നത് T-half എന്ന് ഓർത്ത് വെച്ചേക്കുക 1 day ആണ്, ഓർ 24 hours ആണ്. സോ നമുക്കറിയാം ഒരു മരുന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ T-half 5 T-half കഴിയണം. അപ്പൊ 5 ദിവസം കഴിയുമ്പോഴാണ് ലിഥിയം ആക്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. സാധാരണ ഒരു 1 to 2 weeks കഴിയുമ്പോഴാണ് ലിഥിയത്തിന്റെ ആക്ഷൻ കിട്ടി തുടങ്ങത്തുള്ളൂ, ശരിയായ രീതിയിൽ കിട്ടി തുടങ്ങത്തേ ഉള്ളൂ. സോ ദിവസങ്ങൾ കഴിയും. സോ എമർജൻസിയിൽ നമ്മൾ ലിഥിയം കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ആക്ഷൻ കിട്ടാൻ സമയമെടുക്കും. അപ്പൊ നമ്മൾ മറ്റു പല മരുന്നുകൾ, ഇപ്പോൾ അക്യൂട്ട് മാനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക മരുന്ന് ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്, ഹാലോപെരിഡോൾ പോലെയുള്ള മരുന്നുകളായിരിക്കും ഇഞ്ചക്ഷൻ കൊടുക്കുക. ദെൻ ബെൻസോഡയസിപ്പിൻസ് ഉറങ്ങാൻ വേണ്ടി കൊടുക്കും. സോ ആദ്യം ആന്റിസൈക്കോട്ടിക്സ് നമ്മൾ കൊടുക്കും. ദെൻ ബെൻസോഡയസിപ്പിൻസ്, ലൈക്ക് ബെൻസോഡയസിപ്പിൻ ഏതാണ്, ഡയസിപ്പാം പോലെയുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇത് ആന്റി മാനിക് എഫക്റ്റ് ഒന്നുമില്ല, പക്ഷെ ആളൊന്ന് ഉറക്കി കെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ലിഥിയവും കൂടി കൊടുക്കും. ലിഥിയം ഫോർ മെയിൻ്റനൻസിനാണ് നമ്മൾ കൊടുക്കും. ഇനി ലിഥിയം ശരീരത്തിൽ മെറ്റബോളൈസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ മെറ്റബോളിസം. സോഡിയം മെറ്റബോളൈസ് ചെയ്യുന്നില്ല, അതുപോലെ ലിഥിയവും മെറ്റബോളൈസ് ചെയ്യുന്നില്ല. ലിഥിയം കിഡ്നിയിലൂടെ 99% കിഡ്നിയിലൂടെയാണ് പുറത്തേക്ക് പോകുക. ആൻഡ് ഓൾസോ ലിഥിയം ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ത്രൂ സ്വെറ്റ്. നമ്മുടെ വിയർപ്പിന് ഉപ്പുരസമാണ് നമുക്കറിയാം, സലൈവയ്ക്ക് ഉപ്പുരസമുണ്ട്, എല്ലാത്തിലും ബിക്കോസ് ഓഫ് സോഡിയം ഉള്ളതുകൊണ്ട്. ടിയേഴ്സിന്, കണ്ണുനീരിന് ഉപ്പുരസമുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ബി സെക്രീറ്റഡ് ത്രൂ മിൽക്ക്. ഫീമെയിൽ ആണെങ്കിൽ മിൽക്കിലൂടെയും സെക്രീറ്റ് ചെയ്യാം, ലൈക്ക് സോഡിയം. സോ ബ്രസ്റ്റ് ഫീഡിങ് ഷുഡ് ബി അവോയ്ഡഡ്. അമ്മ കുട്ടിക്ക് മുല കിട്ടുന്നുണ്ടെങ്കിൽ അവോയ്ഡഡ് അല്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രസ്റ്റ് ഫീഡിങ്. ദെൻ മരുന്നിന്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറഞ്ഞ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് നടത്തേണ്ടി വരും. സോ ബ്ലഡ് ലെവൽ, പ്രൊഫൈലാക്സിസിന് വേണ്ട ബ്ലഡ് ലെവൽ എന്ന് പറയുന്നത് 0.5 to 1 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ ആണ്. ഇത് പുതിയ വാല്യൂസ് ആണ്. പണ്ട് 0.8 ആയിരുന്നു, ഇപ്പൊ പുതിയ വാല്യൂ ആണ്. ഇതാണ് ബ്ലഡ് ലെവൽ. ഈ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈലാറ്റിക് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ അക്യൂട്ട് മാനിയലാണെങ്കിൽ 1 മുതൽ 1.5 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ വേണം. എബവ് 1.5 കൂടിയാൽ, എബവ് ആയി കഴിഞ്ഞാൽ ടോക്സിസിറ്റി ഉണ്ടാകും. മരുന്നിന്റെ ടോക്സിറ്റി ലക്ഷണങ്ങൾ തുടങ്ങും. സാധാരണ രീതിയിൽ 3 to 4 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ എബവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
നമ്മൾക്ക് കിഡ്നിയിൽ ബ്ലഡ് ഹീമോ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഗുഡ്മാൻ ഗിൽമാനിലെ 3 പറയുന്നത്, പക്ഷേ സൈക്കാട്രി ബുക്കുകളിലൊക്കെ ചിലതും 4 ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഗുഡ്മാൻ ഗിൽമാൻ ഫാർമക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഗുഡ്മാൻ ഗിൽമാൻ എടുക്കുന്നു. ഇനി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആന്റി ഡോട്ട് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിലോറൈഡ് എന്ന് പറയുന്ന ഡയൂറിറ്റിക് ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. പൊട്ടാസ്യം സ്പെയറിൻ ഡയൂറിറ്റിക് ആണ്, അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഡയൂറിൻ, ഇത് രണ്ടുമാണ് കൊടുക്കുക. മറ്റേ തയാസൈഡ്സോ ഫ്രൂസിമൈഡോ സ്പൈർണോലാക്ടോണോ ഇവയൊന്നും നമ്മൾ കൊടുക്കില്ല. ഇതാണ് ഓൺലി അപ്രൂവ്ഡ്. അമിലോറൈഡ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഗർഭിണികളിൽ ദിസ് ഈസ് പ്രഗ്നൻസി കാറ്റഗറി ഡി ആണ്, FDA കാറ്റഗറി ഡി ആണ്, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ലാത്ത മരുന്നാണ്. പക്ഷെ ഒരു സ്ത്രീ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗർഭിണിയാണെങ്കിൽ ഷീ ക്യാൻ കണ്ടിന്യൂ, അവർ കണ്ടിന്യൂ ചെയ്യണം. പുതുതായി ഈ മരുന്ന് ഒരു ഗർഭിണിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. മാത്രമല്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് നിർത്താനും പാടില്ല. മരുന്ന് ടെറാറ്റോജനിക് ആണ്. സോ ദ ഡ്രഗ് ഈസ് ഹൈലി ടെറാറ്റോജനിക്. എന്തൊക്കെ ഉണ്ടാക്കുന്നു വെച്ചാൽ 1 ഫീറ്റൽ ഗോയിറ്റർ. ഫീറ്റൽ ഗോയിറ്റർ നമുക്കറിയാം, കഴുത്തിന്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതായി വരുന്നതിനാണ് ഗോയിറ്റർ എന്ന് പറയാ. 2 ഹൈപ്പോട്ടോണിയ, കൊച്ചിന് ഹൈപ്പോട്ടോണിയ ഉണ്ടാക്കും. അതിനെ നമ്മൾ ഫ്ലോപ്പി ഇൻഫന്റ് സിൻഡ്രോം എന്നാണ് പറയാ. ഫ്ലോപ്പി ഇൻഫന്റ് സിൻഡ്രോം എന്നാണ് പറയാ. എന്ന് വെച്ചാൽ കൊച്ചിന്റെ മസിലൊക്കെ വളരെ വീക്ക് ആയിട്ടായിരിക്കും ഇരിക്കും. 3ാമത്തേതാണ് ഒരു ടെറാറ്റോജനിസിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ടത് എപ്സ്റ്റീൻ, EBSTEIEN, എപ്സ്റ്റീൻ അനോമലി എന്നാണ് പറയുക. എപ്സ്റ്റീൻ അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഹൃദയത്തിനാണ് പ്രശ്നം. ഹൃദയത്തിലെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്ന വാൽവ് ഉണ്ട്. ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ്? ഹൃദയം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ റൈറ്റ് ഏട്രിയയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. സോ ഇത് ഉണ്ടാവുന്നില്ല, മാൽഫങ്ഷൻ ആണ് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. ട്രൈകസ്പിഡ് വാൽവ് ഉണ്ടാകാത്തതിനാണ് നമ്മൾ എപ്സ്റ്റീൻ അനോമലി എന്ന് പറയുന്നത്. സോ ഇത് ഒറ്റൊരു യൂണിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. സോ ഇത് നമുക്ക് സർജറി, ജനിച്ചതിന് ശേഷം സർജറിയൊക്കെ ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇനി 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല. കാര്യം ഇത് തന്നെയാണ്, ഗോയിറ്റർ അവരിലും ഉണ്ടാക്കാം. ദെൻ സർജറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂർ മുമ്പ് നിർത്തിവെക്കുക. കാരണം നമ്മൾ സർജറിക്കൊപ്പം ഉപയോഗിക്കുന്ന സ്കെലിറ്റൽ മസിൽ റിലാക്സൻസ് ലൈക്ക് സക്സിനൽ, കൊളീൻ പോലെയുള്ള മരുന്നുകളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് മസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പറയേണ്ടത് അഡ്വേഴ്സ് എഫക്റ്റ് ഓർ ദോഷഫലങ്ങളാണ്. അഡ്വേഴ്സ് എഫക്റ്റ് പറയാനായിട്ട് ഉപയോഗിക്കുന്ന കോഡ് ലിത്തിയം എന്ന് തന്നെയാണ്. ഞാനത് എഴുതാം. അതിനും ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഉണ്ടാക്കുന്നത് ട്രെമറാണ്. വിറയലാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ടോക്സിറ്റി കൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അനോറെക്സിയ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡയേറിയ, നൗസിയ, അങ്ങനെയൊക്കെയുള്ള GI പ്രശ്നങ്ങളാണ് ഉണ്ടാകും. ദെൻ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാം. ദെൻ പിന്നെ ഒരു പ്രശ്നം വെയിറ്റ് ഗെയിൻ. സോ ഇത്രയും മനസ്സിൽ വെക്കുക. ദെൻ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് ലിത്തിയം ആണ് നിമോണിക് എന്ന് പറഞ്ഞു. എൽ ഫോർ ല്യൂക്കോസൈറ്റോസിസ് ആണ്. ല്യൂക്കോസൈറ്റോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. WBCയുടെ എമൗണ്ട് കൂട്ടുക, അതൊരു ദോഷഫലമാണ്. പക്ഷെ നമ്മളത് 2 ഗുണഫലത്തിന് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഐ ഫോർ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ആണ്. ദാഹം കൂടും. സോ വാട്ടർ ലോസ് വർദ്ധിക്കും ശരീരത്തിൽ, ഹൈപ്പോനേട്രീമിയൊക്കെ ഉണ്ടാക്കാം. സോ നമ്മൾ ADH എപ്പോഴെങ്കിലും കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. സോ തേഴ്സ്റ്റ് കൂടുമ്പോഴത്തേക്കും പോളിയൂറിയ ഉണ്ടാക്കാം. ദെൻ പോളിയൂറിയ ഉള്ളതുകൊണ്ട് പോളിഡിപ്സിയ ഉണ്ടാക്കാം. ദെൻ LIT, ലിത്തിയത്തിന്റെ T ഫോർ ട്രെമർ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്. ദെൻ ട്രെമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ H ആണ്. H വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുട്ടികളിലൊക്കെ ഗോയിറ്റർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഇതുണ്ടാവാൻ കാരണം T3ന്റെയും T4ന്റെയും സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു, അത് തടയുന്നു. അപ്പോൾ എന്ത് പറ്റും? TSH കൂടും. TSH കൂടുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയിട്ട് തൈറോയ്ഡ് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗോയിറ്റർ ഉണ്ടാക്കാം. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, പാരാതൈറോയിഡിസം ആണ്. ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടാക്കാം. പാരാതൈറോയിഡിലെ ഹൈപ്പർ പാരാതൈറോയിഡിസം ആണ് ഉണ്ടാക്കുക. പക്ഷെ അത് അത്ര സിഗ്നിഫിക്കൻറ്റ്, ക്ലിനിക്കലി വലിയ റിലവൻ്റ് അല്ല എന്ന് മാത്രമാണ്. ദെൻ ഹൈപ്പോകലീമിയ ഉണ്ടാക്കാം. ഹൈപ്പോകലീമിയ എന്ന് വെച്ചാൽ പൊട്ടാസ്യം കുറവുണ്ടാക്കുന്ന പ്രശ്നമാണ്. ദെൻ ഓപ്പോസിറ്റ് ഹൈപ്പർ കാൽസീമിയയും ഉണ്ടാക്കാം. സോ ഇത്രയാണ് H വെച്ച് പറയാനുള്ളത്. ദെൻ ഐ ഫോർ ഇൻക്രീസ്ഡ് യൂറിൻ ആണ്. ഓൾറെഡി നമ്മളിത് ഇവിടെ എഴുതിയാണ്, പോളിയൂറിയ. ഇൻക്രീസ്ഡ് യൂറിൻ can cause nephrogenic diabetes mellitus ഉണ്ടാക്കാം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാക്കാം. ഓക്കെ. ദെൻ എമ്മിനെ മൊത്തത്തിൽ നമ്മൾ മെൻ്റൽ ചേഞ്ചസ് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ CNS ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അറ്റാക്സിയ അല്ലെങ്കിൽ സീഷേഴ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി ഉണ്ടാക്കാം. ദെൻ
ബാക്കിയുള്ള എല്ലാ അതർ ഇഷ്യൂസ് ആണ്. അതർ ഇഷ്യൂസിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അനറക്സിയ പറഞ്ഞു, ദെൻ നൗസിയ പറഞ്ഞു, ഡയറിയ പറഞ്ഞു, ദെൻ സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാം, വാസ്കുലൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ സോറിയാസിസ് ഉള്ള രോഗികൾ ഇത് കൊടുക്കാൻ പാടില്ല. ഈ മരുന്ന് ഒഴിവാക്കണം. ഇനി ആക്ഷൻ ഓൺ ഹാർട്ട്, ഹൃദയത്തിൽ ഞാൻ പ്രത്യേകം പറയാം. സോ ECG നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ഇതാണ്. സോ PQRS കോംപ്ലക്സ് T. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ECG എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇതായിട്ട് കാണപ്പെടുന്ന ഇതാണ് T വേവ് ഫ്ലാറ്റനിങ് ഓഫ് T വേവ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ പിന്നെ SA നോഡിൽ ആക്ഷൻ കുറയ്ക്കാം. സോ SA നോഡിൽ ഡിപ്രസ് ചെയ്യാം, ബ്രാഡികാർഡിയ ഉണ്ടാക്കാം. AV നോഡിനെ ഇൻഹിബിറ്റ് ചെയ്യാം. അതുകൊണ്ട് PR ഇന്റർവെൽ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇത്രയും പ്രശ്നങ്ങളാണ് ഹൃദയത്തിൽ ഉണ്ടാക്കുക. സോ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സ്പൈറോലാക്ടോൺ, തയാസൈഡ്, ലൂപ്പ് ഒന്നും കൊടുക്കരുത് ഞാൻ പറഞ്ഞിരുന്നു. ടെട്രാസൈക്ലിൻ, NSAIDs, AC ഇൻഹിബിറ്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലിത്തിയത്തിന്റെ ടോക്സിസിറ്റി വിൽ ബി ഇൻക്രീസ്. ലിത്തിയത്തിന്റെ ടോക്സിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. ദെൻ ലിത്തിയത്തിന് സൾഫണൈലൂറിയ റിസപ്റ്റർ വഴി അവിടെ ഇൻസുലിൻ റിലീസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. സോ സൾഫണൈലൂറിയ ആയിട്ട് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാനായിട്ട്. ദെൻ ഓൾറെഡി മസിൽ റിലാക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സക്സിനൽകോളിൻ പോലെയുള്ള മസിൽ റിലാക്സൻസ് പ്രൊലോങ്ഡ് പാരാലിസിസ് ഉണ്ടാക്കാം. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലിത്തിയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാനിയെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്, പിന്നെ BPD-1 ആണെങ്കിൽ BPAD എന്ന് എഴുതാം, BPD എന്ന് എഴുതാം. BPAD-1 എന്ന് വെച്ചാൽ മാനിയ പ്രഡോമിനൻ്റ് ആണ്. മാനിയ ഉള്ള കേസ് ആണെങ്കിൽ, സിവിയർ ആണെങ്കിൽ അക്യൂട്ട് മാനിയ ആണെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈക്കോട്ടിക്സ് ആണ് നമ്മൾ കൊടുക്കുക. സൈക്കോട്ടിക്സ് മിക്കവാറും ഹാലോപെരിഡോൾ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ആണ്. ഇഞ്ചക്ഷൻ ആയിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലുഫനസിൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് സൈക്കോട്ടിക്സ് ലൈക്ക് ഡോക്സിപ്പ്, റെസ്പിരിഡോണോ, ഒലാൻസെപ്പിനോ അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് എറ്റിപ്പിക്കൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ മിക്കവാറും ഹാലോപെരിഡോൾ ആയിരിക്കും കൊടുക്കുക. ദെൻ അതിൻ്റെ ഒപ്പം വി വിൽ ഗീവ് ബെൻസോഡയസിപ്പിൻസ് കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബെൻസോഡയസിപ്പിൻ കൊടുക്കുന്നത് ഉറക്കമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നും എഫക്റ്റ് ഒന്നുമില്ല. ആൻഡ് വി വിൽ ആഡ് ലിത്തിയം കൂടി ആഡ് ചെയ്യും. അതിനൊപ്പം ലിത്തിയം കൂടി നമ്മൾ സാധാരണ രീതിയിൽ ആഡ് ചെയ്യും. എന്നിട്ടൊരു 4 ആഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യും. റെസ്പോൺസ് ഉണ്ടെങ്കിൽ ലിത്തിയം കൊടുത്ത് 4 ആഴ്ച, റെസ്പോൺസീവ് ആണെങ്കിൽ നമ്മൾ സൈക്കോട്ടിക്സ് കട്ട് ചെയ്യും, അത് പിന്നെ കൊടുക്കണ്ട. ദെൻ വി വിൽ കണ്ടിന്യൂ വിത്ത് ലിത്തിയം കൊടുക്കും. റെസ്പോൺസ് ഇല്ലെങ്കിലോ, ഇഫ് നോ റെസ്പോൺസ് വി വിൽ ആഡ് വാൽപ്രോവേറ്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കാർബമൈസെപ്പിനും കൂടി കൊടുക്കാം. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ക്ലോസപ്പിൻ എന്ന് പറയുന്ന എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്. നമുക്കറിയാം ഓൺലി ഫോർ റിസർവ്ഡ് കേസസിന് മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇനി റാപ്പിഡ് സൈക്ലേഴ്സ് എപ്പോഴും വരുന്ന ആൾക്കാരാണെങ്കിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് നത്തിങ് ബട്ട് വാൽപ്രോവേറ്റ് ആണ്. ആൻറ്റി എപ്പിലെപ്സി മരുന്നാണ് വാൽപ്രോവേറ്റ്, അതായിരിക്കും കൊടുക്കുക. ദാറ്റ്സ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി ഡിപ്രഷൻ പ്രഡോമിനൻ്റ് ആണ്. മാനിയ ഈസ് ഡിപ്രഷൻ പ്രഡോമിനൻ്റ് മാനിയയിലാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വി ഹാവ് ടു ഗിവ് SSRI ആണ് കൊടുക്കുക. ബിക്കോസ് ഇറ്റ്സ് ആൻറ്റി ഡിപ്രഷൻ ഡ്രഗ് ആണ്. SSRI മാത്രം കൊടുക്കരുത്. ഓൺലി SSRI മാത്രം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനിയ കൂടും. അതുകൊണ്ട് വിത്ത് ലിത്തിയത്തോടൊപ്പം വേണം കൊടുക്കാൻ. ദെൻ മെയിൻറ്റെയിൻ ചെയ്യുക. പോരെങ്കിൽ വി ക്യാൻ ആഡ് വാൽപ്രോവേറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഓർക്കോയറ്റപ്പിൻ പോലെയുള്ള മരുന്നുകൾ, ഇഷ്ടം മറ്റ് ആൻറ്റിസൈക്കോട്ടിക് പോലെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കാം. ഓർ വി ക്യാൻ ഗീവ് ലാമോട്രിജിൻ നമുക്കിവിടെ കൊടുക്കാം. ലാമോട്രിജിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാമോട്രിജിൻ ഡിപ്രഷൻ പ്രഡോമിനൻ്റിൽ മാത്രം കൊടുക്കുന്നതാണ്. വാൽപ്രോവേറ്റ് ഇവിടെയും കൊടുക്കാം. ദെൻ ഇത് കൊടുത്തിട്ടൊന്നും രക്ഷയില്ലെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സോ ദിസ് ജനറൽ ഐഡിയ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാനിയ അല്ലെങ്കിൽ മാനിക് ഡിസീസിനുള്ള ജനറൽ ഐഡിയ ആണ്. സോ ലിത്തിയം ഈസ് ദ മെയിൻ സ്റ്റേ. So that's all in this video. Thank you for watching.